ഗുഡ് ഈവനിങ് ഗൈസ്. അങ്ങനെ ദ മോസ്റ്റ് അവൈറ്റഡ് ഫിലിം കണ്ടു. എന്താ പറയാ, രാവിലെ കാണാൻ പറ്റിയില്ല, വൈകിട്ടത്തെ ഷോയ്ക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ രാവിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞു. ആർപ്പ് വിളികളോട് കൂടിയും ഒക്കെ ഇറങ്ങി വരുന്ന ഫാൻസിന്റെ റിവ്യൂ കണ്ടപ്പോൾ വല്ലാണ്ട് പ്രതീക്ഷിച്ചു. ഹൈപ്പ് കേറി അങ്ങോട്ട് ഇത് ആ സംഭവമായിരുന്നു. എനിക്കും വല്ലാണ്ട് പ്രതീക്ഷിച്ചിട്ടാണ് സിനിമയ്ക്ക് പോയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ റിവ്യൂസ് ഒന്നും കാണാൻ നിന്നില്ല. സിനിമ കണ്ടു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് എനിക്ക് കണക്റ്റ് ആവുന്ന ഒരു തരത്തിലുള്ള എലമെൻസും കിട്ടിയില്ല അതിനകത്തുനിന്ന്. ഓക്കെ, അവർ ഫസ്റ്റ് തന്നെ പറയുന്നത് നോ ലോജിക്, ഇറ്റ്സ് ജസ്റ്റ് എ മാജിക് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എന്നിരുന്നാൽ കൂടിയും എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊരു എലമെൻറ്റ് വേണ്ടേ? കുറച്ച് പഴയ സിനിമകളുടെ ഡയലോഗ്സ് റീക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ച് പഴയ ക്യാരക്ടറുകളും അവരുടെ മാനറിസും ഒക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതൊരു എൻ്റർടൈൻമെൻ്റ് ആകുമോ? ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചാൽ അത് കോമഡി ആകുമോ? ചിരിക്കുന്നതിനാണല്ലോ കോമഡി കാണുമ്പോഴാണല്ലോ ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ചിരിച്ചു. എനിക്ക് ഇനി കൂടുതൽ ചിരി വന്നത് മറ്റേ വെട്ടം സിനിമയിലെ മറ്റേ പുള്ളിക്കാരല്ലേ, ദിലീപിനെ, പുള്ളിക്കാരനെ അവിടെ കണ്ടിട്ടുണ്ടല്ലോ. അത് പറയാം, അതിങ്ങനെ കുറച്ച് എലമെന്റ്സ്. കഥയായിട്ട് പറയാൻ വേണ്ടി ഒന്നുമില്ല. ദിലീപിന്റെ ഒരു ചെറിയ റിവെഞ്ച് എടുക്കുന്നതാണ്. ആ റിവെഞ്ച് എന്തുവാന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. കാണാത്തവർ സ്പോയിലറായി, ഞാനത് കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്ത അല്ല, വേണ്ട പോട്ടെ, സ്പോയിലർ ആക്കുന്നില്ല. ഞാൻ കാണാത്തവരുണ്ട് കാണും. ഇതിന്റെ ഒരു ദിലീപ് എങ്ങനെ ചെയ്യാനുള്ളൊരു മോട്ടീവ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതിനെന്താ പറയണ്ട, അതാണ് ശരിക്കും പറഞ്ഞ ത്രെഡ്. ഇതിനകത്ത് കഥ എന്ന് പറയുന്നത് അതാണ്. എന്തിന് പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നു, ഇത്ര വലിയ സംഭവവികാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ അതിനെ ഒരു നോ ലോജിക്ക് സംഭവമാക്കണമായിരുന്നു, ഒരു വൺ കോമഡി സാധനം ആക്കണമായിരുന്നു. ആ രീതിയിൽ അങ്ങ് പോകണമായിരുന്നു. ഇത് അവസാനം കൊണ്ടുവന്നൊരു ഇമോഷണൽ ടച്ചിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നാൽ അത് ഇമോഷണലി നമുക്ക് കണക്റ്റ് ആയ അതുമില്ല. അങ്ങനെ ഒരു അവിയലി പടപടി, ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു ഗുണ്ട് പടം. പഴയൊരു സിനിമയുണ്ട്, ഒരു ബോംബ് കഥ എന്നൊക്കെ പറഞ്ഞ് ഭക്ത എന്നുള്ള പേര് മാറ്റിയിട്ട് വല്ല ബോംബ് കഥ എന്നൊക്കെ ആക്കണം. അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ എന്നൊക്കെ. മുത്തശ്ശി കഥയൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ബോംബ് കഥ ചുമ്മാ. അല്ലെങ്കിൽ പറയണമായിരുന്നു പിള്ളേർ, ഒരു 2-3 കൊച്ചു പിള്ളേരാണ് ഈ ഇതിനെപ്പറ്റി പറയുന്ന. അണ്ണൻ, ഞാൻ ചൊറിഞ്ഞു വരും, ഞാൻ വേറെ വല്ല വിളിച്ച് പറയും ചിലപ്പോൾ. അണ്ണൻ ശുണ്ടനാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്നാൽ പിന്നെ ഇതൊരു നുണക്കഥയാക്കി അങ്ങ് പറയണമായിരുന്നു, ഇല്ലേ? ഇങ്ങനെ ഒരു ദിലീപ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇല്ല, അല്ലെങ്കിൽ മോഹൻലാൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. ഈ പിള്ളേര് മറ്റേ കൊച്ചിനോടൊരു കള്ളത്തരം പറയുന്നു, ഒരു നുണക്കഥ. അങ്ങനെ അങ്ങ് കൊണ്ടുവരുത്. പിന്നെ കണ്ടിരിക്കാതെ പൊളിറ്റിക്സും മറ്റത് മറിച്ചത് കുത്തിക്കയറ്റി അതോ ഇല്ല ഇതോ ഇല്ല ഒന്നുമില്ല. ഇടയ്ക്കൊരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഒക്കെ കൊണ്ടിരുന്നത് എന്തിനായിരുന്നു അതൊന്നും എനിക്ക് അറിയാൻ വയ്യ. പിന്നെ റിയാസ് ഖാൻ ആണെങ്കിൽ DJയുടെ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് പറയുന്നത്, എലിവാണത്തിന്റെ സാധനം ഇങ്ങനെ കൊണ്ടുവച്ച് ഇട്ടുകൊണ്ട് നമ്മുടെ മറ്റേ വിക്രം സിനിമയിലെ മറ്റേ ഗൺ ഫയറിങ് സീനുണ്ടല്ലോ, അതേ കണക്ക് കൊണ്ടുവച്ചിട്ട് അതിനിടയ്ക്ക് ഒരു 10-300 പോലീസുകാരെ ദിലീപും മറ്റുള്ള സാൻഡി മാസ്റ്ററും കൊണ്ട് നിന്ന് ഇടിക്കുന്നു, ഫൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴും ഞാൻ പറയുന്നു നോ ലോജിക്. എന്നിരുന്നാൽ കൂടിയും എന്ത് പാടേ. ഓക്കെ ശരി, അങ്ങ് ദഹിപ്പിക്കാം. പിന്നെ ഒരു അതാ പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ട് ബോംബ് വെച്ച് ഒക്കെ ഫൈറ്റ് ഉണ്ട്. അവസാനം മോഹൻലാലിന്റെ ഒരു ഗൺ ഫയറിങ്. ഞാനൊരു കാര്യം, ഇവിടെ ആട് സിനിമയ്ക്കകത്ത് ഒരു കാട്ടിൻ്റെ അകത്ത് വെച്ച് നമ്മുടെ ഡ്യൂഡ് ഫയർ ചെയ്യുന്ന ഒരു സീനുണ്ട് ഇവരെ ഓടുമ്പോൾ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതും നോ ലോജിക്ക് സാധനം തന്നെയാണ്. എന്നായിരുന്നാൽ കൂടി അത് കാണാനൊക്കെ അതൊരു രസമുണ്ട്. ഇതിനകത്ത് ഈ മോഹൻലാൽ ലാസ്റ്റ് കുറച്ച് ഭാഗത്തൊരു ഫയറിങ് സീനൊക്കെ ഉണ്ടൊരു വലിയൊരു ഹമ്മറിന്റെ ജീപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് വൺ സൈഡ് ഈ ദിലീപ് ജീപ്പ് ഓടിക്കുന്നോ, അതൊരു ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മറ്റേ സിലിണ്ടർ, ഒരു നമ്മുടെ ബാറ്റിൽ ഷിപ്പ് സിനിമയ്ക്കകത്ത് അത് അതിനകത്ത് തന്നെ കോപ്പി അടിച്ചതാണ്.
ബാറ്റിൽ ഷിപ്പ് സിനിമയ്ക്കകത്ത് ഈ ഷിപ്പിനകത്തുനിന്നൊരു സിലിണ്ടർ കണക്കൊരു ഒരു ഇത് പോകും, ഒരു മിസൈൽ ഇങ്ങനെ പോയിട്ട് അത് മറ്റേ ഷിപ്പിൽ പോയി കുത്തി ഇരുന്നിട്ട് ഇങ്ങനെ അമ്മന്നിട്ട് പൊട്ടിത്തെറിക്കും. ആ സെയിം സാധനം ഇതിനകത്ത് ഒരു കോപ്പി അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ഇത് അതേ കൺസെപ്റ്റ് കോപ്പി എടുത്ത് വെച്ച് ഞാൻ വെച്ച് അന്നേരം ഈ CID മൂസയിലെ മറ്റേ പരിപാടി കാണുമെന്ന് വിചാരിച്ചു. അടുത്ത് സ്വിച്ച് വെക്കുമ്പോൾ കരിയോയിൽ വരുന്ന അങ്ങനത്തെ 2-3 എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും വെച്ചിരുന്ന കുറച്ചും കൂടെ നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ആ ഒരു ചേസിങ് സീന് അപ്പം ചിലപ്പോൾ CID മൂസ കോപ്പി അടിച്ചു എന്നും പറയും. പിന്നെ CID മൂസയിലെ കാറൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗില്ലിയിലെ കാറ്, ആ ഗില്ലിയിലെ ഫസ്റ്റ് പാട്ടിട്ട് ഈ ആൾക്കാരെ കൈയടിപ്പിക്കാൻ വേണ്ടി പഴയ സാധനങ്ങൾ എടുത്തിട്ട് ഇളക്കുവാണ്. അല്ലാണ്ട് എന്താ പറയാ, നമുക്ക് അവര് ഇതിനു വേണ്ടി പണിയെടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം എത്ര കാര്യമായിട്ട് ഇറക്കുവാണെങ്കിൽ അതിനു വേണ്ടി പണിയെടുത്ത് പുതിയ സാധനങ്ങൾ കൊണ്ടിറക്കുക. പഴയ സാധനങ്ങൾ എടുത്തിട്ട് വീണ്ടും കാണിച്ചാൽ കൈയടിക്കും, ആൾക്കാരെ കൈയടിക്കും. പക്ഷെ ഇറ്റ്സ് നോട്ട് വർത്ത്. എനിവേ, പിന്നെന്തെങ്കിലും പറയാൻ വിട്ടോ ഞാൻ. ടെക്നിക്കൽ വൈസ് കൊള്ളാം. എഡിറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനൊരു വെറൈറ്റി. മറ്റേ നമ്മുടെ തലപതി ലിയോയിലെ തലപതിയുടെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന പോലെ ഒരു ടൈറ്റിൽ കാർഡായിരുന്നു ഇതിനകത്ത് ദിലീപേട്ടനെ കാണിച്ചപ്പോൾ. പിന്നെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, അങ്ങോട്ട് തൃപ്തിയായില്ല. പിന്നെ ലാലേട്ടൻ എന്തിനു കൊണ്ടുവന്നോ എന്തോ എനിക്കറിയാം. പുള്ളി തന്നെ പുള്ളിയെ പോളിഷ് ചെയ്ത് മീശ വിരിക്കുന്നു, മുണ്ട് മടക്കി കുത്തി കാണിക്കുന്നു. അതാണ് ഇതാണ് ആനയാണ് ചേനയാണ്, പഴയ സിനിമയിലെ കുറെ സ്റ്റെപ്പുകൾ ഇടുന്നു. ഓക്കെ, നമ്മൾ തിയേറ്ററിൽ എൻജോയ് ചെയ്തു. ബിക്കോസ് അത് കണക്കത്തെ ഓഡിയൻസ് ആയിരുന്നു. ഓഡിയൻസ് മോഹൻലാലിനെ മുടി കാണിച്ചാലും താടി കാണിച്ചാലും ഒക്കെ കൈയടിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അവരോടൊപ്പം ആർപ്പ് വിളിക്കും. അങ്ങനെ കുറച്ച് രോമാഞ്ചം ഉണ്ടാക്കുന്ന സീനുകളില്ലെങ്കിൽ കൈയടിക്കത്തക്ക വണ്ണമുള്ള കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെന്തുവാ, 2 പേര് സംസാരിക്കുന്ന ഒരു സീൻ കഴിഞ്ഞാൽ പിന്നെ ക്യാമറ ആകാശത്തുനിന്ന് വരും. വന്നിട്ട് ജീപ്പിൽ ഇങ്ങനെ പോകുന്ന ദേവതയിൻ കണ്ണം ഓട്ടോമാറ്റിക്കലി കൈയടിക്കും. വിജയ കാണിച്ച കൈയടിക്കും. കാണാത്തവർ ഉണ്ടെങ്കിൽ പോയി കാണുക. ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല പോയി കാണണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതല്ല ഇല്ല ഞാൻ കാണുന്നില്ല എന്നാന്നേ കാണണ്ട. കാരണം ഇതിനെ OTT-ൽ ഒന്ന് കാണാനിരിക്കുവാണെങ്കിൽ കാണണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് സിനിമ എന്താണെന്ന് അറിയണം, കാണണമെന്ന് തോന്നുകയാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം ടെക്നിക്കൽ വൈസ് സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആവശ്യമില്ലാതെ കുറച്ച് സ്കോറ് പലയിടത്തും ഭയങ്കര അരോചക ശബ്ദം തോന്നി. പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ സീന് പറയുകയാണെങ്കിൽ അതിനൊന്നും വേണ്ടത്ര ഒരു ഇമ്പാക്റ്റ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. സോറി ഗൈസ്, സോറി ടു സേ ദിസ്. എനിക്ക് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ താങ്ക് യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ.